വെക്കിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കറണ്ടിന് അപ്ലൈ ചെയ്യണം. ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് കൊടുത്താൽ എന്നെ ഇവരും അറിയിക്കും, ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യും. പോത്താങ്കണ്ണത്ത് ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നു. ഇവിടെ ലൈറ്റ് ഞാൻ ചോദിച്ചു, അപ്പം തന്നെ തന്നു. ലൈറ്റിന്റെ പ്ലാറ്റ്ഫോം ഇടാൻ വന്നപ്പോൾ ആരോ നമ്മുടെ ആളുകൾ തന്നെ എതിർത്തു, അവരിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സ്വാഗതം. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓരോ വാക്ക് സംസാരിച്ചാലായി ഇല്ലെങ്കിലായി. ഇവിടുത്തെ പഞ്ചായത്ത് ബസ്സിനെ ഞാൻ വിളിച്ചു, വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇനി 2024 ഫണ്ടിൽ കുറെ പൈസ വേണമെന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വന്നില്ല, മെമ്പറും വന്നില്ല, ഇല്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത്. മൈക്കിൽ കൂടെ പറയുമ്പോൾ പറയും വികസനത്തിൽ രാഷ്ട്രീയമില്ല, പക്ഷെ എല്ലാം രാഷ്ട്രീയമാണ്. ഇതൊക്കെ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ആ പണിയല്ലേ ഇവിടെ കാണിച്ച്. ഞാൻ പഞ്ചായത്ത് ബസ്സിനെ വിളിച്ചു, അദ്ദേഹം ഇന്ന് വന്ന് അധ്യക്ഷനാകട്ടെ, മെമ്പർ ഇവിടെ വന്ന് സ്വാഗതം പറയട്ടെ. ഈ ലൈറ്റ് ഇനി ഒരു കാര്യം പറയാം, ഞാൻ 10-15 ലൈറ്റ് നിങ്ങൾക്ക് അനുവദിക്കാനായിട്ട് പഞ്ചായത്തിൽ കൊടുത്തു, ഒരെണ്ണം പാസ്സാക്കി തരുന്നില്ല. അപ്പൊ അവർ പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ലീഗുകാരനോ ലൈറ്റ് കൊടുത്താൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വരുമ്പോൾ ലൈറ്റ് അണയോ? കത്തിക്കത്തില്ലേ? അപ്പൊ മാർക്സിസ്റ്റുകാർ ലൈറ്റ് കൊടുത്താൽ കോൺഗ്രസ്സുകാർ വരുമ്പോൾ ലൈറ്റ് അണയോ? അപ്പോ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ്. അത് ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉദാഹരണം ഞാൻ പറയാം. പള്ളിക്കര പഞ്ചായത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് 12 ലൈറ്റ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ 12 കൊടുക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ്സുകാരും ലീഗുകാരും എന്നോട് പറഞ്ഞു, മാർക്സിസ്റ്റുകാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ലൈറ്റ് ചോദിച്ചു, കൊടുത്തേക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞത് മാർക്സിസ്റ്റുകാർ കാണട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA വിചാരിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ലൈറ്റ് കിട്ടിയില്ല. കോൺഗ്രസിന്റെ MP വന്ന് UDF MP വന്നപ്പോഴാണ് കിട്ടിയത്. 12 കൊടുക്കാനാണ് UDF എന്നോട് പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് ബസ്സിൽ ലൈറ്റ് കൊടുക്കണ്ടെന്ന് UDF പറഞ്ഞില്ല. അപ്പോ എൻ്റെ 267 ലൈറ്റിന്റെയും ഉദ്ഘാടനം അതാത് പഞ്ചായത്ത് ബസ്സിന്റെ അധ്യക്ഷതയിലും സ്വാഗതം അതാത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കൗൺസിലർ, ഇവിടെ മാത്രം അതിനൊരു വ്യത്യാസമുണ്ട്. കാര്യം ഇവരൊക്കെ രാഷ്ട്രീയത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെ എല്ലാം കാണുന്നതാണ്. അതാണ് എനിക്ക് ജനങ്ങൾ ഇതെല്ലാം കാണുന്നു. അതുകൊണ്ടാണല്ലോ 35 വർഷം ജയിക്കാത്തവിടെ ഞാൻ ജയിച്ചത്. അത് 40,438, 1,649,000. ഞാൻ ഈ പഞ്ചായത്ത് ബസ്സിന്റെ നടപടിയിൽ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇനിയെങ്കിലും മൈക്കിൽ കൂടെ, നാളെ ദൈവം ഈ മൈക്കിന് കൈയും കാലും കൊടുത്താൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല്ലടിച്ച് താഴെയിടും മൈക്ക്. എന്താ കാര്യം? പറയുന്നതൊന്ന്, ചെയ്യുന്നതൊന്ന്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്ന കാര്യം നടത്തിയിരിക്കും. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചുകൊണ്ട് വാക്ക് മാറിയാൽ വാപ്പ മാറിയെന്നാണ്. വാക്ക് മാറ്റി പറയുന്ന സ്വഭാവം നമുക്കില്ല. വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലൈറ്റ് മുത്തലീഫിന്റെ ഒരു സംഭാവനയായി ഈ ഭൂമി മേടിക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അരാഷ്ട്രീയവാദമാണ്, സങ്കുചിതമായ ചിന്തയും മനോഭാവമാണ്. ആ മനോഭാവം മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് MLA-യുടെ പദവി പോലും നഷ്ടപ്പെടും. കാര്യം ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഞാൻ വന്നതിന് ശേഷമാണ് ഒരു MP എന്താണ്, ആരാണ്, ഒരു MP-യുടെ സാന്നിധ്യം. മറ്റെല്ലാം കണ്ണാടി കൂട്ടി ഇരിക്കുകയാണ്. ആരോടും മിണ്ടത്തില്ല, ആരോടും ചിരിക്കത്തില്ല, ഒരാളും ഷേക്കാനും കൊടുക്കത്തില്ല. ഇപ്പം എല്ലാവർക്കും എൻ്റെ തോളെ കൈയിടാം, എന്നോട് ഷേക്കാനും തരാം. ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പോവും. ഇവിടെ നിക്കാഹ് വന്നാൽ ഞാനുണ്ട്. ഇവിടെ പിന്നെ കാതുകുത്ത് വന്നാൽ ഞാനുണ്ട്. അതുപോലെ തന്നെ മറ്റേ സുന്നത്ത് കല്യാണം ഉണ്ട്, ഞാനുണ്ട്. അതുപോലെ ഉറൂസിന് ഞാനുണ്ട്, പള്ളിപ്പെരുന്നാളിന് ഞാനുണ്ട്. ഇവിടെ തെയ്യം വന്നാൽ ഞാനുണ്ട്, വയനാട്ട് കുലവും വന്നാൽ ഞാനുണ്ട്, അത് പെരുങ്കളിയാട്ടം വന്നാൽ ഞാനുണ്ട്. ഞാനൊരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിയാണ്, മതേതരവാദിയാണ്. ഞാൻ ഖുർആൻ ഏറ്റവും കൂടുതൽ വായിച്ചുള്ള ആളാണ്. 6236 ആയത്തുകൾ, തർക്കം 6666, ഇപ്പൊ 6236. അതിലെ ഒരു ആയത്ത് ഞാൻ പറയാം. യാ അയ്യൂഹനാസ് ഇന്ന ഖലഖനാകിൻ മിൻ ദക്കരിൻ വ ഉൻസ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനുമാണ് സൃഷ്ടിച്ചതെന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മളെല്ലാം ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്.